ഈ മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞു എന്ന വാർത്ത കുറച്ച് നേരം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ ചക്കക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മുറിവാലൻ ഭയങ്കര അവശനായി അങ്ങ് വീണു പോയിരുന്നത്. പ്രശ്നക്കാരായ 3 കൊമ്പന്മാരിൽ ഒരാളാണ് ചേർന്നിരിക്കുന്നത്. എന്തായാലും സുബിൻ തോമസ് ചേരുകയാണ് വിവരങ്ങളുമായി. സുബിൻ, ഇന്നലെ ഈ വിഷ്വൽ കണ്ടിരുന്നു, പക്ഷേ ഈ മുറിവാലൻ ചരിഞ്ഞു എന്നുള്ള വാർത്ത എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? വീണ, ഇന്ന് പുലർച്ചോടുകൂടിയാണ് ചിന്നക്കനാലിലെ മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അവശനിലയിലായിരുന്നു മുറിവാലൻ കൊമ്പൻ. ഇന്നലെ പുലർച്ചോടുകൂടി മുറിവാലൻ കൊമ്പൻ വീണ് വനത്തിനുള്ളിൽ കിടക്കുന്ന ആ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ആവശ്യമായ ചികിത്സകളെല്ലാം തന്നെ അവിടെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടി ഈ മുറിവാലൻ കൊമ്പൻ ചെരിയുകയായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. പ്രധാനമായും ഈ കഴിഞ്ഞ 21-ാം തീയതിയാണ് ഈ മുറിവാലൻ കൊമ്പനും അതുപോലെ തന്നെ ചക്കക്കൊമ്പനും ഈ സൂര്യനെല്ലിക്കടുത്ത് വെച്ച് പരസ്പരം കൊമ്പ് കോർക്കുന്നത്. ഇത്തരത്തിൽ പലപ്പോഴായി ഈ 2 കൊമ്പന്മാരും കൊമ്പ് കോർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗുരുതരമായ പരിക്കുകൾ ഇരു ആനകൾക്കും ഏറ്റിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം പരസ്പരമുണ്ടായ ഏറ്റുമുട്ടലിലാണ് മുറിവാലൻ കൊമ്പന്റെ പിൻഭാഗത്തായി വളരെ ആഴത്തിലുള്ള ഒരു മുറിവ് ഉണ്ടാകുന്നത്. ഇത് വനംവകുപ്പ് വാച്ചർമാർ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അവർ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി വരുന്നതിനിടെയാണ് ഈ ഒരു ആനയുടെ ആ മുറിവിൽ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആന കൂടുതൽ അവശനാവുകയും ചെയ്തത് എന്നുള്ളതാണ് വനവകുപ്പ് നിലവിൽ നൽകിയിട്ടുള്ള വിശദീകരണം. ഏതായാലും ഈ വിലക്ക് സ്ഥലത്തോട് ചേർന്ന് വനത്തിനുള്ളിലാണ് ആന ഉണ്ടായിരുന്നത്. വനത്തിനുള്ളിൽ ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലാണ് ആന ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ വെള്ളമൊക്കെ എടുക്കുന്നു വനംവകുപ്പ് ഒരു വിശദീകരണം നൽകിയപ്പോൾ പോലും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ പോലും അത് ദിവസങ്ങൾ എടുക്കും. കൃത്യമായ ഒരു പരിചരണം ആവശ്യമുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ആ മുറിവിന്റെ ആഴം അത്രത്തോളം ഉള്ളിലേക്കായിരുന്നു എന്നുള്ളത് കൊണ്ടും ഒരു ഇൻഫെക്ഷൻ അത് വളരെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുമാണ് മരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ആനയെ ചെരിയുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ച വിശദീകരണം. എന്തായാലും നിലവിൽ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷം ആനയുടെ ആ ഒരു മറവ് ചെയ്യും. ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവൂ. എന്തായാലും നമ്മൾ എന്ന് പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ചിന്നക്കനാൽ മേഖല കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട 3 ആനകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഒറ്റയാന്മാരായ 3 ആനകൾ, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, അതുപോലെ തന്നെ മുറിവാലൻ. ഈ 3 ആനകളാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നത്. നമ്മൾ ഈ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ശേഖരിക്കാൻ പോകുമ്പോഴും അവിടുന്ന് ആളുകൾ പറയുന്നത് അരിക്കൊമ്പൻ ോടൊപ്പം ഈ ചക്കക്കൊമ്പനെയും മുറിവാലൻ കൊമ്പനെയും ഈ ചിന്നക്കനാലിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ആ ഒരു പ്രദേശത്തെ ഭീകരമായ അല്ലെങ്കിൽ വിദ്യുതമായ ഒരു അന്തരീക്ഷം ഒഴിവാകൂ എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം അരിക്കൊമ്പനെ മാറ്റിയതിനു ശേഷം ഈ 2 ആനകൾ, അതായത് മുറിവാലനും ചക്കക്കൊമ്പനുമാണ് ആ മേഖല ഭരിച്ചിരുന്നത് എന്ന് തന്നെ പറയാം. അതിനുശേഷം ആ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതായത് വീടുകൾ തകർക്കുന്നു, അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ തകർക്കുന്നു, അല്ലെങ്കിൽ കൃഷിവിളകൾ നശിപ്പിക്കുന്നു. വ്യാപകമായ കൃഷികളെല്ലാം തന്നെ ഈ 2 ആനകളും ചെയ്തിരുന്നതാണ്. ഇതിനിടയിലാണ് നിലവിൽ ഈ ഭീകരകളെ കൂടുതൽ ഭീതിയിൽ ആഴ്ത്തിയിരുന്ന ഒരു ആന കൂടി അവിടെ നിന്ന് ചിന്നക്കനാലിന്റെ ആ ഒരു മണ്ണിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ ചിന്നക്കനാലിന്റെ മണ്ണ് വിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ ഒരു ഒറ്റയാൻ മാത്രമാണുള്ളത്. ചക്കം എന്ന് പറയുന്ന ഒരു ആന മാത്രമാണുള്ളത്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.